വചനമൊഴി ജനുവരി 29. വചനഭാഗം ഗലാത്തി 1:6-10, യോഹന്നാന്റെ സുവിശേഷം 10:1-6. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിലേക്ക് വാതിൽ കൂടെയല്ലാതെ മറ്റു വഴിക്ക് കടക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ്. എന്നാൽ വാതിലിൽ കൂടെ പ്രവേശിക്കുന്നവൻ ആടുകളുടെ ഇടയനാണ്. കാവൽക്കാരൻ അവന് വാതിൽ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവന്റെ സ്വരം കേൾക്കുന്നു. അവൻ തന്റെ ആടുകളെ പേര് ചൊല്ലി വിളിക്കുകയും അവയെ പുറത്തേക്ക് കൊണ്ടുപോകുകയും ചെയ്യുന്നു. തനിക്കുള്ളവയെ എല്ലാം പുറത്തിറക്കിയിട്ട് അവൻ അവയ്ക്ക് മുൻപേ നടക്കുന്നു. അവന്റെ സ്വരം തിരിച്ചറിയുന്നതുകൊണ്ട് ആടുകൾ അവനെ അനുഗമിക്കുന്നു. അവ ഒരിക്കലും അപരിചിതനെ അനുഗമിക്കുകയില്ല. അന്യരുടെ സ്വരം അറിയാത്തതുകൊണ്ട് അവ അവരിൽ നിന്ന് ഓടിയകലും. ഈശോ അവരോട് ഈ ഉപമ പറഞ്ഞു. എന്നാൽ അവൻ തങ്ങളോട് പറഞ്ഞതെന്തെന്ന് അവർ മനസ്സിലാക്കിയില്ല. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് സുവിശേഷത്തിൽ ഈശോ ഒരു ഉപമ പറയുന്നു. ആടുകളും ഇടയനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. ആടുകളുടെ തൊഴുത്തിലേക്ക് വാതിലിലൂടെ ഇടയൻ പ്രവേശിക്കുന്നു. വാതിൽ കാവൽക്കാരൻ ഇടയന് വാതിൽ തുറന്നു കൊടുക്കുകയും ഇടയൻ ആട്ടിൻകൂട്ടിനുള്ളിൽ പ്രവേശിച്ച് ആടിനെ പുറത്തേക്ക് നയിക്കുകയും ചെയ്യുന്നു. കാവൽക്കാരൻ ഇടയനല്ലാത്തവർക്ക് വാതിൽ തുറന്ന് കൊടുക്കുകയില്ല. ഈ ഉപമ ഈശോയും ശിഷ്യന്മാരും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടും ഈശോയും അജഗണങ്ങളും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടും എടുത്തു പറയുന്നതാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനങ്ങളിലാണ് ഈ ഉപമ വിവരിക്കുന്നത്. തുടർന്ന് 7-ാം വചനത്തിൽ ഈശോ പറയുന്നത്, ഞാനാണ് ആടുകളുടെ വാതിൽ എന്നാണ്. ഈശോയാകുന്നു വാതിൽ. അതുപോലെ തന്നെ ഈശോ പറയുന്നുണ്ട്, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. യഥാർത്ഥമായ വഴിയിലൂടെ നയിക്കുന്ന ഇടയനാണ് ഈശോ. ഈശോയുടെ സ്വരം ശ്രവിച്ച് അവനെ അനുഗമിക്കുക, അതാണ് അജഗണങ്ങളുടെ ധർമ്മം. യഥാർത്ഥ സ്വരം ഈശോയുടെ സ്വരമാണ്. സത്യത്തിൻ്റെ വഴിയിലൂടെ നയിക്കുന്ന സ്വരമാണ്. ആ സ്വരം ശ്രവിക്കുന്നതിനും അവനെ അനുഗമിച്ച് ലക്ഷ്യത്തിലെത്തുവാൻ നമുക്ക് പരിശ്രമിക്കാം. മിശിഹായുടെ സ്വരം ശ്രവിച്ച് അവനെ അനുഗമിക്കുക എന്ന് പറയുന്നത് ശിഷ്യത്വത്തിൻ്റെ ആരംഭമാണ്. മിശിഹായുടെ അനുയായി, ശിഷ്യത്വം സ്വീകരിക്കുന്നവൻ കർത്താവിൻ്റെ സ്വരം ശ്രവിക്കുന്നവനായിരിക്കണം. സ്വരം ശ്രവിച്ച് അവനെ അനുഗമിക്കുന്നവനായിരിക്കണം. അനുദിന ജീവിതത്തിൽ കർത്താവിൻ്റെ സ്വരം ശ്രവിക്കുന്നത് വിശുദ്ധ വചനത്തിലൂടെയാണ്. വചനാനുസൃതമായ ജീവിതത്തിലൂടെ മിശിഹായെ അനുഗമിക്കുന്നവരാകാം. പ്രവൃത്തികളിലൂടെ മിശിഹായെ അനുഗമിക്കുവാനുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.